ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ പൊതു ആരാധനയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ ദൈവമൊരുക്കിയ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന റവറൻ ടി ജെ ശമൽ സാർ അവർകൾ, ഉപാധ്യക്ഷൻ പ്രിയൈസ സാറ്, പാസ്റ്റർ ബാബു വരീസ് അവർകൾ, സൗത്ത് ഇന്ത്യ സംസ്കോണിൻ്റെ ജനറൽ സെക്രട്ടറിയായി സംരക്ഷിക്കുന്ന റവറൻ ഡോക്ടർ കെ ജെ മാത്യു അവർകൾ, കൂടാതെ നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കുകയും ഒരിക്കലും മറക്കാനാവാത്ത സംഭാവനകൾ ചെയ്തിട്ടുള്ള അനേക വിശിഷ്ട അതിഥികൾ നമ്മുടെ നടുവിൽ എത്തിച്ചതുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാർക്ക് എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. കൂടാതെ മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ ഡയറക്ടേഴ്സ്, പ്രസ്ബിറ്റേഴ്സ്, പാസ്റ്റേഴ്സ്, എല്ലാ അംഗങ്ങൾക്കും അതോടൊപ്പം മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തിന് നന്ദി പറയാനും ഈ ആഴ്ച ഒരുമിച്ച് കൂടി വരുവാനും ദൈവം ഒരിക്കൽ എല്ലാ അവസരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇങ്ങനെയായിരിക്കാൻ ദൈവം നൽകിയ എല്ലാ പദവികൾക്കായി, എല്ലാ അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് അല്പനിമിഷങ്ങൾ നാം ഈ വചനം ധ്യാനിപ്പാനായിട്ട് പോവുകയാണ്. 11-ാം സങ്കീർത്തനമാണ് എനിക്ക് ഇന്ന് രാവിലെ നിങ്ങളുമായിട്ട് അല്പനിമിഷങ്ങൾ പറയുവാൻ ദൈവാത്മ നൽകിയിരിക്കുന്ന നിയോഗം. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. പ്രധാനമായിട്ടും 10-ാം സങ്കീർത്തനം ദുഷ്ടത പ്രബലപ്പെടുമ്പോൾ കഷ്ടകാലത്ത് നീതിമാൻ എന്ത് ചെയ്യും എന്നതാണ് വിഷയമെങ്കിൽ, ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. നമുക്കറിയാം, ദാവീദിന്റെ ഒരു ഉറച്ച വിശ്വാസ പ്രഖ്യാപനമാണ്, ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 18-26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്നത്തെ കാലത്ത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ ശൗലിൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം വന്ന ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ സങ്കീർത്തനം രചിച്ചു എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. ആ സമയത്ത് ഓടിപ്പോകുവാനായിട്ട് ആരോ കൂട്ടുകാര് അല്ലെങ്കിൽ സ്നേഹിതർ ചിലപ്പോൾ പറഞ്ഞെന്നു വരാം. 3-ാമത്തെ വാക്യം അതിൻ്റെ പശ്ചാത്തലം വളരെ വ്യക്തമാക്കുകയാണ്. 3-ാമത്തെ, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ശൗലിന്റെ ഭരണകാലത്ത് നീതിയുടെയും പ്രമാണത്തിൻ്റെയും അടിസ്ഥാനങ്ങൾ ഇളകിയ സാഹചര്യത്തിൽ ഈ ഭക്തൻ അവൻ വിഷമിക്കുക മാത്രമല്ല, തന്നോട് തന്നെ തൻ്റെ ആത്മാവോട് സംസാരിക്കുന്ന പ്രത്യേക ഭേദഭാഗമാണ്. ആഴത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്നുള്ള ഒരു നിലവിളിയായിട്ട് ആരൊക്കെയോ തന്നോട് സംസാരിക്കുകയാണ്. ഒരു പക്ഷി ഓടിപ്പോകുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓടിപ്പോകണം. പക്ഷിക്ക് ഭയം വന്നാൽ പക്ഷി അവിടെ നിൽക്കത്തില്ല, പക്ഷി വേഗത്തിൽ ഓടിപ്പോകും, ചുറ്റും നോക്കാതെ ഉടൻ പറന്ന് രക്ഷപ്പെടും. അങ്ങനെ ഒരു സാദൃശ്യമാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. സങ്കീർത്തനങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദ് കഴുകനെ ഉപമിച്ച് സംസാരിച്ചിട്ടുണ്ട്. മരുഭൂമിയിലെ വേഴാമ്പലിനെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. തനിച്ചിരിക്കുന്ന കുരുകിലിനെ കുറിച്ച്, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രതിപാദിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ അകത്ത് ഉള്ളിൽ വല്ലാത്ത ഭയം വന്നപ്പോൾ തന്നോട് തന്നെ താൻ ചോദിക്കുകയാണ്. ഒരു പക്ഷിയെപ്പോലെ പറന്നു പോകേണ്ട സാഹചര്യങ്ങൾ തൻ്റെ മുൻപിൽ വന്ന് ഓടിപ്പോകുവാനുള്ള വല്ലാത്ത പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ വന്നു. ചില അവസരങ്ങളിൽ ഇവിടെ പർവ്വതം ഇവിടെ സൂചിപ്പിക്കുന്ന മനുഷ്യാശ്രയങ്ങളാണ്, സ്വന്തം ബുദ്ധിയാണ്.
ലോകപ്രകാരമുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ്. അന്നത്തെ കാലത്ത് ഗുഹകൾ ഉണ്ടായിരുന്നു, പർവ്വതങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാം നടുവിൽ ഈ ഭക്തൻ വിളിച്ചു പറയുകയാണ്, ഞാൻ അങ്ങനെ പോകത്തില്ല, ഞാൻ യഹോവയെ ശരണമാക്കി ഞാൻ ധൈര്യത്തോടെ നിൽക്കുമെന്ന് ആ ദൈവത്തിന് ദാസന് പ്രസ്താവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധികളുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ ഓടിപ്പോകാൻ എളുപ്പമാണെങ്കിലും അഭിഷേകമുള്ള ആത്മനിറവുള്ള ദൈവദാസന്മാരെ ഓടാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ധൈര്യത്തോടെ നിൽക്കാനാണ്. അവരപ്പോൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആഴമായ ഒരു കൺവിക്ഷൻ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതെന്താ? 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. സങ്കീർത്തനം എല്ലാവർക്കും വളരെ പരിചിതമുള്ള സങ്കീർത്തനമാണ്. പ്രസംഗിച്ചിട്ടുള്ളതും പ്രസംഗം കേട്ടിട്ടുള്ളവരുമാണ്. എങ്കിലും ഇന്ന് രാവിലെ സമയം ഒരു പുതുക്കം നമ്മുടെ മേലുണ്ടാകട്ടെ. ഇന്നലെ നമ്മൾ ആഹാരം കഴിച്ചെങ്കിലും ഇന്ന് നമ്മൾ ആഹാരം കഴിക്കുന്നവരാണ്. പരിചയമുള്ളതാണെങ്കിലും ഈ ആണ്ടിൽ ഈ ആഴ്ചയിൽ നിൽക്കുവാനുള്ള ഒരു ദൈവ ശബ്ദം ഈ വചനത്തിലൂടെ തരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഉറച്ച പ്രഖ്യാപനത്തിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, അടുത്തത് അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു. ഇന്ന് രാവിലെ ഏത് പ്രതികൂലത്തിന് നടുവിലും ഉറച്ച പ്രഖ്യാപനം നടത്താൻ നമ്മുടെ ദൈവം ആരാണെന്നുള്ള ഉറപ്പ് നമുക്കകത്തുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പതറിപ്പോകത്തില്ല. എടുത്തു വെച്ച കാല് നമ്മൾ പുറകോട്ട് വയ്ക്കത്തില്ല, നാം മുമ്പോട്ട് കുതിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. യഹോവ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവന് ദൂരം പ്രശ്നമല്ല, ഇരുട്ട് പ്രശ്നമല്ല, അവൻ നിന്റെ അടുത്തുണ്ടെന്നുള്ള ഉറപ്പ്. ആ ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2-ാമത്തെ കാര്യം, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അവിടെ അത് നീതിയുള്ള സിംഹാസനമാണ്. ആമേൻ, സ്തോത്രം. നമുക്കറിയാൻ കഴിയും, 89-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു. ന്യായങ്ങളും അവൻ ലഭിക്കേണ്ട നന്മകളും ആരെല്ലാം മറിച്ചു കളഞ്ഞാലും, ഈ ലോകത്തിലെ ഭരണചക്രങ്ങൾ നമുക്കെതിരെ നിന്നാലും നമുക്കൊരു ഉറപ്പുണ്ട്, നമ്മുടെ ദൈവം, നമ്മുടെ ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അതുകൊണ്ട് ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ലോകത്തിൻ്റെ ഭരണകൂടം ഏതെല്ലാം നിലകളിൽ നമുക്കെതിരെ പ്രവർത്തിച്ചാലും നമ്മുടെ ദൈവത്തിൻ്റെ സിംഹാസനം ഉയരത്തിലാണ്. ഹല്ലേലൂയ. ഉറപ്പുള്ള ദൈവമക്കൾ, അവൻ 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 സ്തോത്രം, ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ ദൈവം ആരാണ്? അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. സർവജ്ഞാനിയായ ദൈവമാണ്. നമ്മുടെ ദൈവം ആരാണ്? അവൻ സർവ്വയാപിയാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. സർവജ്ഞാനിയായ ദൈവം, നമ്മെ കാണുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമുക്ക് ഉത്തമ ഉറപ്പുണ്ടെങ്കിൽ നാം ഇട്ടേച്ചു പോകത്തില്ല, നാം പുറകോട്ട് പോകത്തില്ല. ദൈവം ഏൽപ്പിച്ച ജോലി അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവസഭയോട്, ദൈവത്തിന്റെ ദാസന്മാരോട് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ദൈവം ഏൽപ്പിച്ച അസൈൻമെന്റുകൾ പൂർത്തീകരിക്കാതെ പുറകോട്ട് പോകാനല്ല
ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവം ആരാണെന്ന് മനസ്സിലാക്കി വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നു എങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോകുകയാണ്. ദാവീദ് ഈ പ്രശ്നത്തിന് നടുവിൽ നിന്നതുകൊണ്ടാണ് നമ്മൾ വർഷങ്ങളായിട്ട് അനേക സങ്കീർത്തനം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അവൻ്റെ കഷ്ടതയുടെ നടുവിലെല്ലാം പുതിയ സങ്കീർത്തനങ്ങൾ പുറത്തു വരുവാനായിട്ടിടയായി. ഇന്ന് പകൽ ഓർത്തോണം, നിന്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇവിടം കൊണ്ട് തീരുന്നതല്ല, അത് ചരിത്രം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങൾ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഓർത്തോണം, പ്രതികൂലം വന്നപ്പോഴെല്ലാം പുതിയ പുതിയ സങ്കീർത്തനങ്ങൾ ദാവീദ് ജനിപ്പിക്കുവാനായിട്ടിടയായെങ്കിൽ അസംബ്ലീസ് സമൂഹത്തിലുള്ള അഭിഷിക്തന്മാരെ, ദൈവത്തിൻ്റെ മക്കളെ, ദൈവം പറയുന്നത് പോലെ നാം മുന്നോട്ട് പോയാൽ ചരിത്രത്തിൽ ചില കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ! എത്ര പേർക്ക് ഉറപ്പുണ്ട്? ചരിത്രത്തിൽ ചില കാര്യങ്ങൾ ദാവീദിനെ കൊണ്ട് ചെയ്യിച്ചതുപോലെ ദൈവം നമ്മെ കൊണ്ട് ഈ തലമുറയിൽ ചരിത്രത്തിൽ വെളിപ്പെടേണ്ട ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ജനത്തോട് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഓടിപ്പോകാനല്ല, ശുശ്രൂഷ വിട്ടു പോകാനല്ല, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വിട്ടു പോകാനല്ല. ധൈര്യത്തോടെ നിൽക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഒരു കാര്യം പറയാൻ താല്പര്യപ്പെടുക. പ്രവൃത്തി 4-ാം അധ്യായം 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇന്ന് പകലിൽ പത്രോസിനോട് ഇവിടെ പ്രസംഗിക്കരുത്, ഇട്ടേച്ചു പോയിക്കോണം, മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും പത്രോസ് ധൈര്യത്തോടെ നിൽക്കാനിടയായി. ദൈവസഭ പ്രാർത്ഥിക്കുവാനിടയായി. അസംബ്ലീസ് സമൂഹത്തിലുള്ള ദൈവദാസന്മാരെ, ദൈവമക്കളെ, പുറകോട്ട് പോകാനല്ല വിളിച്ചേക്കുന്നത്, വിശ്വാസത്തോടെ മുന്നോട്ട് കുതിക്കാനാ. മുന്നോട്ട് കുതിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചു മുന്നേറുമ്പോൾ അവിടെ വായിക്കുന്നു, കുലുങ്ങുവാനിടയായി. ദൈവം നേരിട്ടിറങ്ങി വന്ന് ദൈവം ആരാണെന്ന് തെളിയിച്ച് ചില ദൈവപ്രവർത്തികൾ അവിടെ ചെയ്യുവാനായിട്ടിടയായി. അങ്ങനെയാണെങ്കിൽ ഓർത്തോണം, ഈ ദിവസങ്ങൾ 2026 ദൈവത്തിന്റെ ചില ഡയറക്റ്റ് ഇന്റർവെൻഷൻ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാ. ദൈവം നേരിട്ടിറങ്ങി വന്ന് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയെ ശരിയായ പാതയിലൂടെ നയിച്ചതുപോലെ ഈ തലമുറയിൽ ദൈവം ചില വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ ചില നേരിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ സഭകളും ദൈവദാസന്മാരും കാണാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് ചില നേരിട്ടുള്ള ഇടപെടലുകൾ ചില ദൈവദാസന്മാർ, ചില സഭകൾ, ചില അഭിഷിക്തന്മാർ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോകുക. ചില ഡയറക്റ്റ് ഇന്റർവെൻഷൻ ദൈവം നേരിട്ട് നിനക്ക് വേണ്ടി ഇടപെടാൻ പോകുക. ഓ റബല ഹബ്ദന റബ ശംദന റബ സിയാദല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസരമൊരുക്കിയ യേശുവിന്റെ അവരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.